നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ടൈലേഴ്സ് ഫോർമുല. ഈ ടൈലേഴ്സ് ഫോർമുല ജസ്റ്റ് നമ്മൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അഥവാ നമുക്കൊരു എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ള ഒരു പോളിനോമിയൽ തന്നു. ആ ഒരു പോളിനോമിയലിനെ മറ്റൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പവേഴ്സിലാക്കിയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈലേഴ്സ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിന് എങ്ങനെയാണ് ടൈലേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. By binomial theorem, any power of x can be expanded in powers of x minus c, where c can be an arbitrary number. നമുക്കറിയാം ബൈനോമിയൽ തിയറം എന്താണെന്നുള്ളത്. എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന ഫോർമുലയാണ് ബൈനോമിയൽ തിയറം. സോ ആ ഒരു തിയറം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എനി പവർ ഓഫ് എക്സിനെ നമുക്ക് എക്സ് മൈനസ് സിന്റെ പവേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. സോ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു പോളിനോമിയൽ നമുക്ക് തന്നു കഴിഞ്ഞാലും ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ജസ്റ്റ് കംപ്ലീറ്റ് കാര്യമായിട്ട് പഠിക്കേണ്ട. കൺസിഡർ ദി എക്സ്പാൻഷൻ. നമ്മൾ എക്സ്പാൻഷൻ കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് സി പ്ലസ് എ ടു ഇൻറ്റു എക്സ് മൈനസ് സി ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എക്സ് മൈനസ് സി ഹോൾ റേസ് ടു എൻ. ഇതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സിന്റെ എക്സ്പാൻഡഡ് ഫോർമുല ബൈ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. ജസ്റ്റ് പഠിക്കാൻ ഈസി ആയിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നോർമൽ ഒരു എഫ് ഓഫ് എക്സ് ഒരു nth ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എഴുതുക എങ്ങനെയാ വെച്ചാൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു എൻ എന്നുള്ളതായിരിക്കും നോർമലി നമ്മുടെ ഒരു ഫംഗ്ഷൻ nth ഡിഗ്രി ഫംഗ്ഷൻ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം എക്സിലുള്ള പൊസിഷനിലൊക്കെ എക്സ് മൈനസ് സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ expansion of a function, any function, by using binomial theorem. Then it is the formula. Then നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഇത് എന്താണ്, എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ പോവുകയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എ നോട്ടിന്റെ ഡെറിവേറ്റീവ്, എ നോട്ട് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എ നോട്ട് 0 ആയിരിക്കും. ഓക്കെ, എ നോട്ടിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ടേം എ വൺ ഇൻറ്റു എക്സ് മൈനസ് സി, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് കാണാനുള്ളത്. എ വൺ ഇൻറ്റു എക്സ് മൈനസ് സിയിലെ കോൺസ്റ്റന്റ് എ വണ്ണിനെ അതുപോലെ തന്നെ എഴുതി. ദെൻ എക്സ് മൈനസ് സിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദാറ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയിട്ട് വരും. ദെൻ മൈനസ് സി ഒരു കോൺസ്റ്റന്റ് ആണ്, സോ അതിന്റെ ഡെറിവേറ്റീവ് 0. സോ എ വൺ ഇൻറ്റു 1 എന്നുള്ളത് എ വണ്ണ് മാത്രമായിട്ട് മാറും. ദെൻ നെക്സ്റ്റ് ടേം എ ടു ഇൻറ്റു എക്സ് മൈനസ് സി ദി ഹോൾ സ്ക്വയർ ആണ്. എ ടു എന്നുള്ള കോൺസ്റ്റന്റിനെ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്കറിയാം എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് എന്നുള്ളത്. സോ എക്സ് മൈനസ് സി ദി ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് വരും. ഓക്കെ, സോ സിമിലർലി 2 ഇൻറ്റു എ ടു ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ എ ടു ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് വരും. ദെൻ എക്സ് മൈനസ് സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, അത് നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. സോ സിമിലർലി ഇപ്പോൾ ഇവിടെ തേർഡ് ടേം ഉണ്ടെന്ന് വിചാരിക്കുക, എ ത്രീ ഇൻറ്റു എക്സ് മൈനസ് സി ദി ഹോൾ ക്യൂബ്. ദെൻ എന്ത് വരും, എ ത്രീ ഇവിടെ നമ്മൾ എഴുതും ഹോൾ ക്യൂബിന്റെ 3 ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. 3 ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ റേസ് ടു 3 മൈനസ് 1. 3 മൈനസ് 1 എന്താണ്, 2 ആണ്. സോ ഇതായിരിക്കും ആ ടേം. ദെൻ ലാസ്റ്റ് ടേം എ എൻ ഇൻറ്റു എക്സ് മൈനസ് സി ഹോൾ റേസ് ടു എൻ, അതെന്തായിട്ട് മാറും, എൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. ദെൻ എൻ ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് മൈനസ് സി ഹോൾ റേസ് ടു എൻ മൈനസ് 1. സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്. ദെൻ ഇതിന്റെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്നുണ്ട്. ദെൻ തേർഡ് ഡെറിവേറ്റീവും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചെയിൻ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടി വരിക. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ സിമിലർ പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. സോ പുട്ടിംഗ് എക്സ് ഈക്വൽ ടു സി, സോ എഫ് ഓഫ് സി ഫംഗ്ഷനിൽ നമ്മൾ എഫ് ഓഫ് സി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, എക്സ് മൈനസ് സി എന്നുള്ളടത്ത് സി മൈനസ് സി 0 ആയിട്ട് മാറും. ഇവിടെ സി മൈനസ് സി 0 ആയിട്ട് മാറും. സോ കംപ്ലീറ്റ് ടേം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് ടേം 0 ആയിട്ട് മാറും. സോ എഫ് ഓഫ് സി എന്തായിരിക്കും, ജസ്റ്റ് എ നോട്ട് മാത്രമായിരിക്കും. ദെൻ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ സി ഇട്ടെടുത്താലോ, ഈ കംപ്ലീറ്റ് ടേം 0 ആയി പോയി. ദെൻ ബാലൻസ് ഉണ്ടാവുക എ വണ്ണ് മാത്രമായിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു എ വൺ ആണ്. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എന്തായിരിക്കും, ഫസ്റ്റ് ടേം നോൺ 0 ആണ്. ദെൻ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. സോ 2a2, എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈക്വൽ ടു 2a2 എന്ന് വരും. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, a2 ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഒരു ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും.
സിമിലർലി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സി വന്നിട്ടുണ്ടെങ്കിൽ അത് 2 ഇൻറ്റു 3 ഇൻറ്റു A3 എന്നുള്ളതാണ്. ബാക്കി ടേംസ് ഒക്കെ 0 ആയി പോവും. സോ 2 ഇൻറ്റു 3 ഇൻറ്റു A3, അവിടെ നിന്നും A3 നമുക്ക് എങ്ങനെ കിട്ടും? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ഇതായിരിക്കും A3. ഇനി നമുക്ക് കിട്ടിയ A0, A1, A2, A3 നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. Okay, so substitute A0, A1, A2, etc. in the very first equation. Then we get f of x equal to A0 ന് പകരം നമുക്ക് കിട്ടിയത് എന്താണ്? f of c ആണ്. So A0 ന് പകരം f of c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then A1 ന് പകരം നമുക്ക് f dash of c എന്ന് കിട്ടി. f dash of c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു into x minus c പ്ലസ് നമുക്ക് A2 ന് പകരം കിട്ടിയത് f double dash of c divided by 2 എന്നുള്ളതാണ്. 2ന് നമുക്ക് എന്ത് ചെയ്യാം? 2 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. 2 ഫാക്ടോറിയൽ മീൻസ് 2 into 1. ഓക്കെ, അപ്പൊ 2 ഇതിനെ നമുക്ക് എങ്ങനെ A2 നമുക്ക് എങ്ങനെ എഴുതാം? f double dash of c divided by 2 ഫാക്ടോറിയൽ. ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്തതാണ്. into x minus c whole square etc. അങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? n നമുക്ക് എങ്ങനെ കിട്ടും? എഫിന്റെ nth ഡെറിവേറ്റീവില് സിന്റെ വാല്യൂ കൊടുക്കുക. എഫിന്റെ nth ഡെറിവേറ്റീവ് സിന്റെ വാല്യൂ കൊടുക്കുക ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്നായിരിക്കും നമുക്ക് ലാസ്റ്റ് ന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തു പോയാൽ കിട്ടാം. സോ ഈ ഒരു ഫോർമുലേനെ നമ്മൾ ടൈലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of c plus f dash of c divided by 1 factorial. 1 factorial എന്താണ്? 1 തന്നെയാണ്. So f dash of c divided by 1 factorial into x minus c plus f double dash of c divided by 2 factorial into x minus c the whole square plus etc. plus f in the nth derivative of c divided by n factorial into x minus c whole raised to n. So this is the Taylor's formula. ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x raised to 5 minus 7x cube minus 10x square plus 2x minus 6 in powers of x plus 1. x plus 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പവറിലാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്തെടുക്കേണ്ടത്. സോ ടൈലേഴ്സ് ഫോർമുല എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെൻ c ഈക്വൽ ടു -1, നമുക്കറിയാം ഒരു എക്സ് പ്ലസ് സി എന്ന് പറയും. നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് മൈനസ് സി ആണ്. ഓക്കെ, നോർമൽ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നത് എക്സ് മൈനസ് സിയിലാണ്. ഇതിന് മുന്നേ ഉള്ള ടേംസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് സി ആണ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്. സോ എക്സ് മൈനസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താവും? എക്സ് മൈനസ് -1. അപ്പോഴേ നമുക്ക് എക്സ് പ്ലസ് 1 എന്നുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ എക്സ് മൈനസ് -1 ആണ് ഇവിടെ ശരിക്കും വരുന്നത്. അത് നമ്മൾ എക്സ് പ്ലസ് 1 ആക്കി മാറ്റി എഴുതുന്നതാണ്. സോ സിന്റെ വാല്യൂ എത്രയാണ്? -1. ഓക്കെ, ദെൻ വെൻ സി ഈക്വൽ ടു -1 എഫ് ഓഫ് സി എന്തായിട്ട് മാറും? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെൻ സി ഈക്വൽ ടു -1 എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ വി വിൽ ഗെറ്റ് ദ ആൻസർ -13. ഓക്കെ, സോ നമുക്ക് എഫ് ഓഫ് സി എന്താണ്? A0 ആണ്. A0ന്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു. ദെൻ എഫ് ഡാഷ് ഓഫ് സി കാണാണ്. ദാറ്റ് മീൻസ് എക്സിന്റെ പൊസിഷനിൽ നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ അതിന്റെ വാല്യൂസ് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കിട്ടിയ വാല്യൂ 11 എന്നുള്ളതാണ്. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമ്മൾ കാണാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടതിന് ശേഷം എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കാണാണ്. സി ഇവിടെ -1 ആണ്. ദെൻ അതിന്റെ വാല്യൂ -18 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടു. അതിൽ സിന്റെ വാല്യൂ -1 കൊടുത്തപ്പോൾ 78 കിട്ടിയിട്ടുണ്ട്. ദെൻ ഫോർത്ത് ഡെറിവേറ്റീവ് കണ്ടു. അതിന്റെ വാല്യൂ -240 കിട്ടിയിട്ടുണ്ട്. ദെൻ ഫിഫ്ത് ഡെറിവേറ്റീവും കണ്ടു. അതിലും നമ്മൾ ഫിഫ്ത് ഡെറിവേറ്റീവ് ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഫിഫ്ത് ഡെറിവേറ്റീവ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് ഓൾറെഡി. സോ എഫ് ഡാഷ് ഓഫ് എഫിന്റെ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 240 എന്നുള്ള സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റിലേക്ക് എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡെറിവേറ്റീവ് കാണുക, ദെൻ സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം കംപ്ലീറ്റ് ആയിട്ട്. എപ്പോഴാണോ നമുക്ക് ലാസ്റ്റ് ടേം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് അതുവരെയും ഇത് കണ്ടിന്യൂ ചെയ്യണം. ദെർഫോർ നമുക്ക് ഓരോ പൊസിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് is equal to f of c plus f dash of c into x minus c plus f double dash of c divided by 2 factorial into x minus c the whole square etc. plus f nth derivative of c divided by n factorial into x minus c the whole raised to n. സോ ഈ ഒരു വാല്യൂവിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഫൈനൽ ആൻസർ എഴുതാൻ പോവുകയാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്നാണ് എഫ് ഓഫ് സി. ടൈലേഴ്സ് ഫോർമുലയുടെ ഫസ്റ്റ് ടേം എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് -13 എന്നുള്ളതാണ്. ദെൻ പ്ലസ് എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് സി. എഫ് ഡാഷ് ഓഫ് സി നമുക്ക് കിട്ടിയിട്ടുള്ളത് 11 എന്നുള്ള വാല്യൂ ആണ്. ദെൻ എക്സ് മൈനസ് സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1നെയാണ്. സോ എക്സ് പ്ലസ് 1 പ്ലസ് നമുക്ക് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ആണ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് -18 ആണ്. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ മീൻസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് നമുക്ക് തേർഡ് ഡെറിവേറ്റീവ് കണ്ടു. തേർഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ 78 ആണ്. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് ഫോർത്ത് ഡെറിവേറ്റീവിന്റെ വാല്യൂ divided by 4 factorial into x plus 1 whole raised to 4. Okay. Plus last term fifth derivative in the value divided by 5 factorial into x plus 1 whole raised to 5. So നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ നമ്മളിപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ എക്സ്പാൻഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ അത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -13 പ്ലസ് 11 into x plus 1 മൈനസ് 9 x plus 1 the whole square because 9 എന്താണ് -18 divided by 2. സോ നമുക്ക് -9 എഴുതാം. ദെൻ പ്ലസ് ഇവിടെ വരുന്നത് മൈനസ് അല്ല 78 divided by 3 factorial. 3 factorialന്റെ വാല്യൂ 6 ആണ്. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 78 divided by 6 എന്ന് പറയുന്നത് 13 ആണ്. അതുപോലെ തന്നെ 240 divided by 4 factorial is 10. Then 240 divided by 5 factorial is 2. So ഈ വാല്യൂസിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ എക്സ്പാൻഷൻ എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓരോന്നും കാണുക. സിന്റെ വാല്യൂ കണ്ടെത്തുക. ഓരോ ഡെറിവേറ്റീവിലും സിന്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ടൈലേഴ്സ് ഫോർമുലയിൽ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.